ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KpeesTech. എനിക്ക് കുറച്ച് പേരുടെ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സുകൾ എന്തൊക്കെ ചെയ്യണം, ഒരു ചാനൽ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, എങ്ങനെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, വ്യൂസ് എങ്ങനെ കൂട്ടാം, സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കൂട്ടാം എന്നൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ഒന്നുമല്ല. എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഒരു പാഷൻ എന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ വീഡിയോകൾ ചെയ്യുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം തുടങ്ങിയത് കൊണ്ട് കുറച്ച് സമയം അധികം കിട്ടുന്നത് കൊണ്ട് വീട്ടിലിരിപ്പായതുകൊണ്ടും കുറച്ച് വീഡിയോകൾ ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് സമയക്കുറവ് കാരണം. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് വീഡിയോ സീരീസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോ കാണാം ഇതിനെക്കുറിച്ച്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് വലിയ IT ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്ത ഏതൊരാൾക്കും ലളിതമായ രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ടിപ്സും ടെക്നിക്സും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോകളൊന്നും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വിടുക. ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഏതൊരാൾക്കും തുടങ്ങാം. നമുക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ ID മാത്രം ഉണ്ടായാൽ മതി. ഒരു ജിമെയിലിൻ്റെ ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും തുടങ്ങാം. ഒരു പൈസ പോലും ഇതിന് ചിലവില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തുടങ്ങാം. നമ്മൾ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മനോരമ ചാനലോ ഇതുപോലെയുള്ള ചാനലൊന്നുമല്ല ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഏതൊരാൾക്കും തുടങ്ങാവുന്ന. ഇത് എങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ PC-യിലാണ് കാണിക്കുന്നത്. youtube.com എന്ന് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ യൂട്യൂബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമ്പോൾ അത് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാൻ നിങ്ങൾക്കൊരു ജിമെയിൽ ID വേണം. എല്ലാവർക്കും ജിമെയിൽ ID ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലാത്തവർക്ക് ഒരു ജിമെയിൽ ID ഉണ്ടാക്കാം. നമുക്ക് ജിമെയിൽ സൈനപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജിമെയിൽ ID ഉണ്ടാക്കാം. ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്നും കൂടുതൽ കാണിച്ചിട്ട് വീഡിയോ ലെങ്തി ആക്കുന്നില്ല. കാരണം അത് അറിയാത്ത ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആ പാർട്ട് ഞാൻ അങ്ങ് വിടുകയാണ്. ഇനി നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. സൈൻ ഇൻ എന്ന് കാണാം റൈറ്റ് സൈഡിൽ. അതിൽ സൈൻ ഇൻ ചെയ്യുന്നു. ഞാനിപ്പോൾ എൻ്റെ ഒരു KpeesTech@gmail.com എന്ന് പറയുന്ന ഒരു ജിമെയിൽ ID ആണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പാസ്വേഡും അടിച്ചു കൊടുത്തു. ഞാൻ ഈ യൂട്യൂബ് എൻ്റെ ലോഗിൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഐക്കൺ കാണാം. KpeesTech എന്ന് പറയുന്ന ഇമെയിൽ ID ചെയ്തുകൊണ്ട് അതിൻ്റെ K എന്നുള്ള ഒരു ലോഗോ പോലെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ പേര് S എന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ S എന്നൊക്കെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലായാലും യുവർ ചാനൽ എന്ന് കാണും. ഇവിടെ മൊബൈലിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പ് വേർഷനാണ്, ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. ചൂസ് ഹൗ ടു ക്രിയേറ്റ് യുവർ ചാനൽ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ തുടങ്ങാം. ഒന്ന്, നിങ്ങളിപ്പോൾ KpeesTech എന്ന ജിമെയിൽ ID ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ KpeesTech എന്ന അതേ പേര് ഉപയോഗിക്കാം. അതാണെങ്കിൽ ഇവിടെ സെലക്ട് എന്ന് പ്രസ് ചെയ്യുക. അതല്ല, യൂസ് എ കസ്റ്റം നെയിം. നിങ്ങൾക്ക് ഇമെയിൽ ID ഉപയോഗിച്ച അതേ ഇമെയിലിൻ്റെ പേരിലല്ലാതെ മറ്റൊരു പേരിലാണ് തുടങ്ങേണ്ടതെങ്കിൽ ഇവിടെ സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ID അല്ല ഉപയോഗിക്കേണ്ടത്. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ID വേണം. ഒരു ബ്രാൻഡ് നെയിമിലായിട്ട് തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്രിയേറ്റ് എ ചാനൽ, ആഡ് ചാനൽ നെയിം. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ചാനൽ നെയിം കൊടുക്കാം. ചാനൽ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് ആദ്യമേ നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കണം. എന്താണ് നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കേണ്ടത്, അത് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല, ഓൾറെഡി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്കത് കിട്ടും, നമ്മൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഞാനിവിടെ KpeesTech
എന്ന് കൊടുത്തു. എൻ്റെ KpeesTech എന്ന എൻ്റെ ചാനലുണ്ട്. ഞാനിവിടെ ടെസ്റ്റ് എന്നുള്ള മറ്റൊരു ചാനൽ, ഇതുപോലുള്ള ടെസ്റ്റ് എല്ലാം ചെയ്യാനുള്ള ഒരു ചാനൽ. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്രിയേറ്റ്. നൈസ് വർക്ക്, യുവർ ചാനൽ KpeesTech ഹാസ് ബീൻ ക്രിയേറ്റഡ്. നമ്മളുടെ ചാനൽ ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇത്രേ പണിയുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തെ പണി മാത്രം. ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് യൂട്യൂബ് ലോഗിൻ ചെയ്യുന്നു, അത് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അതിൽ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, നമുക്ക് പഠിക്കേണ്ടത്. അപ്ലോഡ് എ പ്രൊഫൈൽ പിക്ചർ. നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ എങ്ങനെ അപ്ലോഡ് ചെയ്യാം. നമുക്കൊരു യൂട്യൂബ് ചാനൽ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചു. ഇപ്പോൾ ഇതാണ് എൻ്റെ പിക്ചറാണ് ഞാനിപ്പോൾ ഇവിടെ ലോഗോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഗോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതാണ് ലോഗോ ആയിട്ട് വരുന്നത്. അപ്ലോഡ് എ പിക്ചർ. നമുക്ക് ഇവിടെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യണം. ഇഷ്ടമുള്ള സൈസ് ഒന്നും അതിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇത് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ പിക്സൽ സൈസ് 800x800. ആ സൈസിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. നോ ആനിമേഷൻ, BMP ഓർ JPEG ഫയൽസ് 4 MB ഓർ ലെസ്. ഫയൽ സൈസ് 4 MB കൂടുതലുണ്ടെങ്കിൽ അത് അപ്ലോഡ് അനുവദിക്കില്ല. അതുപോലെ BMP, JPEG ഈ ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണം. അതല്ലെങ്കിൽ PNG, GIF ഫോർമാറ്റിലുള്ള ഒരു ഫയലായിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫയല് അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഒരു പിക്ചർ PNG എക്സ്റ്റൻഷനുള്ള അല്ലെങ്കിൽ JPEGോ നിങ്ങൾ ഏത് പിക്ചർ ആയാലും മതി, അത് പിക്ചർ സെലക്ട് ചെയ്തു. ടെൽ വ്യൂവേഴ്സ് അബൌട്ട് യുവർ ചാനൽ. നിങ്ങളുടെ ചാനലിനെ കുറിച്ച്, നിങ്ങൾ എന്തിന് കുക്കറി ചാനലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് കാണിക്കുന്ന എന്തെങ്കിലും, നിങ്ങളുടെ എന്തിനെ കുറിച്ചാണോ ഈ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് മാക്സിമം 1000 ആണ് അലൗ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ടെസ്റ്റ് എന്ന് മാത്രം കൊടുത്തു. അതുപോലെ ആഡ് ലിങ്ക്സ് മൈ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കാം. എനിക്കിപ്പോൾ kpeestech.blogspot.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചാനലാണ്. ഇപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റ്, ഈ സൈഡിൽ നമുക്ക് ആ വെബ്സൈറ്റ് കൂടി അവിടെ ലിങ്ക് ആയി വരും. നമ്മൾ അവിടെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ആളുകൾക്ക്, യൂട്യൂബിൽ വന്ന ആളുകൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കും വരാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഈ വെബ്സൈറ്റ് കൊടുക്കുന്നത്. ഈ സോഷ്യൽ ലിങ്ക്സ്, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. Facebook ID ഉണ്ടെങ്കിൽ Facebook ID, ട്വിറ്റർ ഉണ്ടെങ്കിൽ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ഇതെല്ലാം അടിച്ചു കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ചാനൽ ക്രിയേഷൻ കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോ പ്ലേലിസ്റ്റ് എന്നെല്ലാം പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇത്രയും കാണിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഒരു ചാനൽ ക്രിയേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ. ഇനി നമ്മൾ ഇവിടെ കാണുന്ന യൂട്യൂബ് സ്റ്റുഡിയോ എന്നതിൽ പോയിട്ടാണ് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇവിടെ കസ്റ്റമൈസ് ചാനൽ, നിങ്ങളുടെ ചാനൽ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇതിൽ പോവാം. ഇതിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കാണും. യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഡാഷ്ബോർഡ് ആയിട്ട് കാണുന്നത്. വീഡിയോ, നമ്മളിപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പ്ലേലിസ്റ്റ്, ഇതെല്ലാം എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോകളിൽ പഠിക്കും. നമുക്ക് ഈ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചാനലിൻ്റെ ആർട്ട് കൊടുക്കാം. ചാനൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പണായി വരുമ്പോൾ എന്താണോ കാണുന്നത്, ഇപ്പോൾ എൻ്റെ ചാനലിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ലോഗോ വന്നു, നമ്മൾ ഓൾറെഡി ചെയ്തത്. ഇവിടെ ഇപ്പോൾ KpeesTech എന്നുള്ള ഈ പേര് വരുന്നു. ഇത് നമുക്ക് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആഡ് ചാനൽ ആർട്ട്. നമുക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച ഒരു ആർട്ട് ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യാം. ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യാം. അതെല്ലാം മുൻകൂട്ടി ചെയ്യണമെന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ചാനൽ ആർട്ട് ഒന്ന് മാറ്റണം. ഇതിനായിട്ട്
ആഡ് ചാനൽ ആർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് യുവർ ഫോട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇത് സെയിം തന്നെയാണ്. ഗാലറിയിൽ നിന്ന് മറ്റുള്ള ഫോട്ടോസ് വരണമെങ്കിൽ അത് കൊടുക്കാം. അതല്ലെങ്കിൽ അപ്ലോഡ് ഫോട്ടോ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റേതെങ്കിലും ലൊക്കേഷനിലാണ് നിങ്ങളുടെ ഫോട്ടോ ഇരിക്കുന്നതെങ്കിൽ, പിക്ചർ ഇരിക്കുന്നതെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ. ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഫയൽ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അത് കാണിച്ചു തരുന്നു. ഡെസ്ക്ടോപ്പിൽ, ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലോഗോ ഇതുപോലെ കാണും. ഒരു ടി വിയിലാണെങ്കിൽ ഇതുപോലെ കിട്ടും, മൊബൈലിലാണെങ്കിൽ ഇതുപോലെ കാണും. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു. സേവിങ്, അത് ആ ഫയൽ സേവ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ഫയൽ സെലക്ട് ചെയ്തു. നമ്മുടെ ചാനൽ ആർട്ടും ലോഗോയും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഒന്നുകൂടി റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ ലോഗോ ഇവിടെ ഉണ്ട്, ചാനൽ ആർട്ട് ഇവിടെ ഉണ്ട്. മൈ വെബ്സൈറ്റ് എന്നുള്ളത് നമ്മൾ കൊടുത്ത സൈറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ചാനൽ ആർട്ടിൻ്റെ കറക്റ്റ് സൈസും ഈ ലോഗോയുടെ കറക്റ്റ് സൈസും എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. നിങ്ങളല്ലാതെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ട്, ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ, പ്ലേലിസ്റ്റ് എന്താണ്, അനലിറ്റിക്സ് എന്താണ്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഇതിൽ മറ്റുള്ള സെറ്റിങ്സ് ചെയ്യാനുള്ളത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിച്ച് പോവാം. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്